അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കു ബക്കറേ. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ പള്ളി കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിരുന്നു. എന്നിട്ട് തർക്കങ്ങൾ മാത്രമാണ് ഉണ്ടായത്, വേറെ തീരുമാനമൊന്നും ഉണ്ടായില്ല. കുഴപ്പമില്ല, അതിന് ഞാൻ വേറെ വഴി കണ്ടിട്ടുണ്ട്. നമ്മുടെ കമ്മിറ്റിക്കാരല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ആ തുരുത്ത് മഹലിൽ 4 കബർ ഇത്തരത്തിലുള്ള കുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബക്കർ ഒരു കാര്യം ചെയ്യും, ആ സെക്രട്ടറി പോയിട്ടൊന്ന് കാണുക. സാരില്ല, എല്ലാം ശരിയാവുന്നേ. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ എനിക്ക് മനസ്സിലാവും, എല്ലാം ശരിയാവും. ഒന്ന് സമാധാനമായിട്ട് ഇരിക്കേ. ഒക്കെ ശരിയാവും, ഇതിരിക്കട്ടെ. ചെല്ല്. ഖബറുണ്ടാക്കാനേ അറിയുള്ളൂ, വേറെ ഒരു പണി അറിയില്ല. അറിയിച്ചെങ്കിൽ അതിന് പോവായിരുന്നു. കമ്മിറ്റിക്കാരെ കൊണ്ട് ഞാൻ സമീപിച്ചോളാം. നമുക്ക് ഒരു കബറെങ്കിലും കളിച്ചിടാം, അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ. പെട്ടെന്നൊരു കബറ് കളിക്കുക പറഞ്ഞാൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും ബക്കർ ചെല്ല്, ഞാൻ വിളിക്കാം. സുബൈദ, ആ നിങ്ങൾ എവിടെയായിരുന്നു? സുബൈക്ക് പള്ളിയിൽ പോയതല്ലേ? അരിയും പഞ്ചാരിയാണോ? കൊണ്ടച്ചോ. ഈ വേഗൻ്റെ കുപ്പായം എടുക്ക്. നിങ്ങൾ എവിടുക്കാ? ഇപ്പൊ കയറി വന്നിട്ടല്ലേ ഉള്ളൂ. പഞ്ചാര ഉണ്ടോന്നല്ലേ ഞാൻ ചായ എടുക്കാം. വേണ്ട, ഒരു വൈക്ക് പോകാണ്ട്. ഈ വേഗൻ്റെ കുപ്പായം എടുക്ക്. അപ്പോഴേ പെട്ടെന്നൊരാൾ മരണപ്പെട്ടാൽ കബറ് കുഴിക്കാൻ വലിയ പ്രയാസാ. 1-2 കബറുകൾ ഇവിടെ കുഴിച്ചെന്ന് വെച്ച് ഒന്നും വരാൻ പോണില്ല. മാത്രമല്ല, നമ്മളെ മഹലിൽ കബറ് കുഴിക്കാൻ ആളെ കിട്ടുകയെന്ന് വെച്ചാൽ വലിയ പ്രയാസാണ്. പള്ളി സെക്രട്ടറി എന്നുള്ള നിലക്ക് ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. ഇനി നമുക്കെല്ലാം കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കാം. എന്താ? അത് ശരിയാ. എന്ത് ശരി? പഴയ പോലത്തെ കാലമൊന്നുമല്ല. അന്നൊക്കെ മരിച്ച വെച്ചിരിക്കാൻ പറ്റില്ല, മണത്ത് തുടങ്ങും. ഇപ്പോൾ അങ്ങനെയല്ല. അതെന്താ ഇപ്പൊ മണക്കില്ലേ? ഇപ്പോൾ മണക്കേണ്ട കാര്യമല്ല, ഫ്രീസർ സംവിധാനമൊക്കെ ഉള്ള കാലമല്ലേ. ഏയ്, നമ്മളിങ്ങനെ തർക്കിച്ചോണ്ടൊന്നും കാര്യമില്ല. നല്ലൊരു തീരുമാനത്തിലെത്തില്ല വേണ്ടത്. ഇതിൽ തർക്കത്തിന്റെ കാര്യമില്ല. കബറ് കുഴിക്കണമെങ്കിൽ കുഴിക്കാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ മഹലിൽ കബറ് കുഴിക്കാൻ ആളില്ലല്ലോ, അതുകൊണ്ട് തൊട്ടടുത്ത മഹലിൽ കബറ് കുഴിക്കുന്ന ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാളാണെങ്കിൽ വന്നിട്ടുമുണ്ട്. വേണമെങ്കിൽ അയാളെ ഏൽപ്പിക്കാം. അതിന്റെ ആവശ്യമില്ലാന്നേ. ഒരു JCB വിളിച്ച് ഒരു 5-10 കബർ ഒന്നിച്ച് കുഴിക്കാലോ. അല്ലാതെ ഈ പാറപ്പുറത്ത് ഒരാളിന്ന് ഒറ്റയ്ക്ക് കുഴിച്ച് എപ്പോഴാകാനാ? എന്നാ ശരി, നിങ്ങൾ എന്താച്ചാ തീരുമാനിക്കേ. ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. അവിടെ തീരുമാനമൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. നിങ്ങളിപ്പോൾ പോയിക്കോളി.
സാരല്ല, നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം. എന്നാ ഞാൻ പോട്ടെ. ഉം. സകലതും നിന്റെ ശുക്ർ, സകലതും നിന്റെ ശുക്ർ, എന്നിലില്ലല്ലോ കിബർ. എന്തു നമ്മൾ കാട്ടിയാലും ബാക്കിയുള്ളത് ഖബർ. സകലതും നിന്റെ ശുക്ർ, എന്നിലില്ലല്ലോ കിബർ. നാഥാ നിന്റെ നിർമ്മിതി, അതിലൂറ്റം വേറു നിർമ്മിതി. നാഥാ നിന്റെ നിർമ്മിതി, അതിലൂറ്റം വേറു നിർമ്മിതി. റൂഹേകി മണ്ണിലേക്കയച്ച മനിതൻ എന്ന നിർമ്മിതി, അതിലേകി വർണ്ണനയ്ക്കപ്പുറം ഉത്തമമായ ഉന്നതി. അല്ലാ അല്ലാ യാ അല്ലാ, അല്ലാ അല്ലാ യാ അല്ലാ, അല്ലാ അല്ലാ യാ അല്ലാ. വാക്കളക്കും മിസാനുകൊണ്ട്, നോക്കളക്കും മിസാനുകൊണ്ട്, ചെയ്തികൾ നിന്റെ കടമകൾ, നിന്റെ കൊടുമകളെല്ലാം അളന്ന്, ഒടുവിൽ നീ അന്തിയുറങ്ങും മണ്ണിനും ഒരളവുണ്ട്. മട്ടിലായൊരുക്കിയ ഖബറിന് മീസാൻ കൊണ്ടൊരതിരുണ്ട്. പിന്നെ എന്തിനീ കിബർ, വേണം സബൂർ. അല്ലാ അല്ലാ യാ അല്ലാ, അല്ലാ അല്ലാ യാ അല്ലാ, അല്ലാ അല്ലാ യാ അല്ലാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ദേ ദേ എന്താ എന്താ പറ്റിയേ? എന്താ പറ്റിയത്? ഏ എന്താ? ഹേയ് ഒന്നുമില്ല.
ഞാനൊരു സ്വപ്നം കണ്ടതാ. ഞാനാകെ ബേജാറായി. ദേ കിടക്കണില്ലേ? ആ ദേ കിടക്കണില്ലേ? ആ എന്താ ഒരു വല്ലായിക? ഒന്നുമില്ല. കുട്ടികളെന്ത് അവർ മദ്രസയിൽ പോയി. വാങ്ങിക്ക്. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് അരിയും സാധനങ്ങളുമാ. പിന്നെ കമ്മിറ്റിക്കാരെ കൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാച്ചാ ഖബർ കേൾക്കാൻ തുടങ്ങാം. എന്തേ? അൽഹംദുലില്ലാ, നാളെ തന്നെ തുടങ്ങാം. പെട്ടെന്ന് തുടങ്ങാം, പിന്നെ കേൾക്ക് വെക്കണ്ട. ആ ബക്കറേ, ഒറ്റയടിക്ക് തീർക്കണമെന്നില്ല, ബാക്കി നാളായാലും മതി. വേണ്ട, ഇത് കഴിഞ്ഞിട്ടേ ഞാൻ കയറുള്ളൂ. ഖബർ കുഴിക്കുക എന്നാൽ ഒരു മഹത്തായ കലയാണ്. 50 or 100 കൊല്ലത്തേക്ക് നിർമ്മിക്കുന്ന വീടിനേക്കാൾ മനോഹരമായിരിക്കട്ടെ അനന്തമായ കാലത്തേക്ക് നിശബ്ദമായ ഉറക്കത്തിന് തയ്യാറാക്കുന്ന ഖബർ. പക്ഷേ ഇവിടെ അതിൻ്റെ നിർമ്മിതിയിൽ അതുപയോഗിക്കുന്നവന് പങ്കില്ലെന്നതാണ് യാഥാർത്ഥ്യം. ജീവിതമെന്നതും
മരണമെന്നതും അത്ഭുതപ്രഹേളികളാകുന്നു. മരണമെന്ന മഹാശൂന്യത എപ്പോൾ വേണമെങ്കിലും കടന്നു വന്നേക്കാം. എന്നിട്ടും മനുഷ്യർ വ്യഗ്രതരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മട്ടിലായൊരുക്കിയ ഖബറിന് മീസാൻ കൊണ്ടൊരതിരുണ്ട്. പിന്നെ എന്തിനീ കിബറ് വേണം സബൂ